ഹലോ ഗൈസ്, വെൽക്കം ടു ഒരു ന്യൂ വീഡിയോ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 5 ഗ്രാനി 3-1 ഗ്ലിച്ചുകളാണ്. ആദ്യത്തെ ഗ്ലിച്ചിലോട്ട് നമുക്ക് പോരാ. അത് നമുക്ക് ആവശ്യമില്ല ഈ സാധനമാണ്. എൻ്റെ അമ്മൂമ്മ എവിടെയാണ് കണ്ടുപിടിക്കണം. അമ്മ ഇപ്പം എവിടെയും അറിയത്തില്ലെങ്കിൽ ഇതിട്ടാൽ മതി. ഒരു സൗണ്ട് വരുമല്ലോ. അമ്മൂമ്മ എവിടെയാണ് വരും. അമ്മ വരും. അമ്മ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്ന് നിൽക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിറ്റ് ചെയ്ത് ഇങ്ങനെ നെക്കി ഇങ്ങനെ കൊണ്ടിരിക്കാം. അമ്മ വന്നാലും കുറച്ചെല്ലാം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എഴുന്നേക്കുമ്പോൾ കണ്ടോ ഗ്ലിച്ചായിപ്പോയി. ഇനി അവിടെ നിന്ന് അനങ്ങത്തില്ല. എന്തോ ഇനി ഗ്രാനി ഉള്ള അനങ്ങത്തില്ല. പക്ഷേ നമ്മൾ ചത്തുപോയാൽ ഗ്രാനി വീണ്ടും. അപ്പോൾ നേരെ നമുക്ക് അടുത്ത ഗ്ലിച്ചിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. അടുത്തതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഇവിടെയാട്ടെ നമ്മുടെ ബാത്റൂം. ചേസ് മ്യൂസിക് ഉണ്ടാവും കേട്ടോ. നേരത്തെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ഈ എല്ല് തല്ലിച്ചവരെ കണ്ടോ. എൻ്റെ ഇവിടെ ഒരു കുഞ്ഞു കുത്തുണ്ടോ. ഇതിൻ്റെ എവിടെയായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഡ്രോപ്പ് വെക്കുക. നമ്മുടെ ആ ഫ്ലവേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ വേറെ സ്ഥലങ്ങളുടെ വീഴുന്നതൊക്കെ ഇവിടുത്തെ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ അവിടെ വെക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ നോട്ടീസ് ആകാൻ കണ്ടോ. സ്ക്രൂ ഡ്രൈവർ തിളങ്ങുന്ന കണ്ടില്ല. അതിപ്പോൾ അവിടുന്ന് തിളങ്ങും അപ്പുറത്ത് പോകും. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും. ഇനി നേരെ അടുത്ത ഗ്ലിച്ചിലോട്ടേക്ക് നമുക്ക് പോകാം. അടുത്ത എസ്കേപ്പിന് നമുക്ക് വേണ്ടത് നമ്മുടെ സ്പെഷ്യൽ കീ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്പൈഡറിനെയും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിർത്തിക്കാനാണ്. കുറേ നേരത്തേക്കല്ല, 5 നിമിഷത്തേക്ക്. ആദ്യം വേഗം നമ്മളെ വരുന്ന ഇവിടെ വെക്കുക. അവിടെ കൂട്ടാം. എന്നിട്ട് ഇതേ ഇങ്ങനെ ഇരുന്നാൽ മതി. അതവിടെ അനങ്ങത്തില്ല. പക്ഷെ അധികം നേരം നിൽക്കണ്ട. അത് വന്ന് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ പോരാ. അതിനൊരു തെളിവ് കാണിച്ചു തരാം. ഇനി നേരെ നമുക്ക് അടുത്ത ഗ്ലിച്ചിലോട്ടേക്ക്. അടുത്ത ഗ്ലിച്ചും ഗ്രാനിനെ കൊണ്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ അതെന്തിയടേ അത് ആശയാണ്. ഗ്രാനി ഇപ്പം നമ്മളെ കണ്ടല്ലോ. വേഗം എന്നിട്ട് ഇത് ഒരു അടിപൊളി ഗ്ലിച്ച. ഇത് നമുക്ക് വേണ്ടത് ഈ സാധനം തട്ടിട്ടോ വേഗം നല്ല. എന്നിട്ട് ചേർത്ത് പോയിട്ട് ഡ്രോപ്പ് വെക്കുക. എന്നിട്ട് ഒളിച്ചിരിക്കുക. അപ്പോൾ അത് അപ്പുറത്തോട്ട് വീണുണ്ടാവും. അപ്പോൾ ഗ്രാനി തന്നെ പോയി എടുക്കുന്നതാണ് പറഞ്ഞത്. ഗ്രാനി ഓടി വാ ഗ്രാനി. ഗ്രാനി വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രാനി ഒന്ന് തുറക്കുന്നതാണ് പറയുന്നത്. യെസ് ഗൈസ്, നമ്മുടെ ഗ്രാനി തുറന്നിട്ട് പോയില്ല. തപ്പു. ആ സൗണ്ട് അവിടെ നിന്നാണ് വന്നത്. നമ്മളിവിടെ വിളിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഇനി നേരെ നമുക്ക് അടുത്ത ഗ്ലിച്ചിലോട്ടേക്ക് പോവാം. അപ്പം ഞാൻ ഗെയിമിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അടുത്ത ഗ്ലിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിന് നമുക്ക് ഗ്രാനിനെ തന്നെ വേണ്ട. പക്ഷെ നമുക്കൊന്ന് ഗ്രാനിയെ സ്റ്റണ്ടാക്കാനും ഇപ്പോൾ സമയമില്ല. അതിനെ പ്രാക്ടീസ് ഇട്ടേക്കാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. ഗ്രാനി ഈസിയിലോ നോർമലിലോ ഒക്കെ കളിക്കും. ഹാർഡായിട്ടുള്ള സമയം ഉണ്ടാവില്ലല്ലോ. അമ്മൂമ്മ ചിലപ്പോൾ മണി തരും. സൗണ്ട് നോക്കണ്ട. അമ്മ ഇനിയില്ല. നമുക്കിനി വേണ്ട പ്ലാങ്കാണ്. അപ്പം അതിൻ്റെ ഹാമർ കണ്ടുപിടിക്കാം. ഇനി ഹാമർ കണ്ടുപിടിച്ചിട്ട് അടുത്ത ഗ്ലിച്ച് ഇതാണ്. നമ്മൾ ഒരു പ്ലാങ്ക് നമുക്ക് നിർബന്ധമായിട്ട് വേണം. ഞാൻ കുറേ നേരം തപ്പി ഞാൻ അവസാനം ഗ്ലിച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്ലാങ്ക് എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ കാർ ഇങ്ങനെയല്ല, ഒരു ചെരിഞ്ഞ് കയറാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം. അതിനു മുമ്പ് നിങ്ങൾക്ക് ബെഡ് ട്രിക്ക് എന്താ അറിയൂ. ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ബെഡ് ട്രിക്ക് പറഞ്ഞു. ഈ ബെഡ് ട്രിക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു ഗ്ലിച്ച് വർക്കാവൂ. ഞാൻ ഇപ്പോഴായിരുന്നു അതൊന്ന് പോസ് ഓണാക്കി. അപ്പം ഞാൻ ബെഡ് ട്രിക്ക് കാണിക്കാൻ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെയൊക്കെ ഇങ്ങനെ ആക്കുക. അപ്പം ഇങ്ങനെ കയറാൻ കഴിയും ബെഡ് ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കയറുക. അപ്പം നിങ്ങൾക്ക് ഇത് മുകളിൽ കാണുമ്പോൾ ഓക്കെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കൊരു കീ കാണുന്നുണ്ട്.
അതിപ്പം പെട്ടെന്ന് കിട്ടത്തില്ല. ഒന്ന് മുന്നോട്ട് പോയി അങ്ങനെ പോണം. നോക്കട്ടെ മറ്റു പാട്ടി കയറാലോ. ഡ്രോപ്പ് എൻ്റെ പൊഞ്ഞു പ്ലാക്കെ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ കയറി. നമുക്ക് കാണാം വർക്കാണ്ട് ആയിരുന്നു. എന്താ എന്നിട്ട് ഇങ്ങനെ ചെയ്തിങ്ങനെ അയ്യോ ഒന്ന് പാളിപ്പോയി. നമുക്ക് ഒന്നുകൂടെ ഞാൻ ചെയ്തു. ഞാൻ ഇപ്പോൾ ബെഡ് ട്രിക്ക് ചെയ്ത് തെറ്റിപ്പോയായിരുന്നു. തെറ്റിപ്പോയതല്ല, നമ്മൾ ബെഡ് ട്രിക്ക് എങ്ങനെ ചെയ്യണേ ആദ്യം പറഞ്ഞിട്ട് ആ കാര്യം പറയാം. ആദ്യം നമ്മൾ ഇരിക്കണം. എന്നിട്ട് ഇത് നെക്ക് പാടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുക. എന്നിട്ട് എഴുന്നേക്കുമ്പോൾ ആണ് വരുന്നത്. റെഡിയായി മീൻസ് ഇരുന്നിട്ട് വേണം ഇതുപോലെ 2 ഒരുമിച്ച് നിൽക്കുക. അപ്പോഴാണ് വർക്കാവുക. പിന്നെ പ്ലാങ്ക് വേണം എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഇത് ആയിട്ടുണ്ടാവില്ല. ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ സ്റ്റണ്ട് ചെയ്തിട്ടാണ്, കാരണം വെച്ചാൽ സമയമില്ലാത്തത്. ഇനി നേരെ നമ്മൾ ഇങ്ങോട്ട് ചാടുക. നിർബന്ധമായിട്ട് ചാടണം. അപ്പോഴാണ് ആ ഗ്ലിച്ച് വർക്കാവുന്നത്. നമുക്ക് ആ കാറിൻ്റെ അടുത്തോട്ട് പോവാം. നമ്മളിപ്പോൾ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഡ്രോപ്പ് വെക്കട്ടെ. ഇങ്ങനെയല്ല നിൽക്കണ്ടേ. നമുക്ക് ബാക്കിൽ കൂടെ പോകുന്നതായിരിക്കും സേഫ് എന്ന് തോന്നുന്നു. ബാക്കിൽ കൂടെ നമുക്ക് സെക്കൻഡ്സ് ഒരു സൈഡിൽ നിന്ന് നേരെ ഇങ്ങനെ കയറിപ്പോണം. ഇനി വണ്ടി ഫ്രണ്ടിൽ തന്നെ ഏതാണ് നിൽക്കുന്നില്ല. എങ്ങനെയെങ്കിലും എങ്ങനെയും കയറിപ്പോണം. ഇങ്ങനെ കയറിപ്പോണം. എന്നിട്ട് ദേ മുകളിലോട്ടേക്ക് ഇങ്ങനെ ഒരു ഗ്ലിച്ച് വരുന്നുണ്ടല്ലോ. ഗ്ലിച്ച് എങ്ങനെയാണ് സേഫിലോട്ട് നോക്കാനാണ്. കൂടെ ഈ ഒരു ഗ്ലിച്ചിനൊരു ഗുണം കൂടെ ഉണ്ടെന്ന് വെച്ചാൽ ഗ്രാനിയെ പിടിക്കാൻ പറ്റാത്ത രീതിയും കൂടെ ഉണ്ട്. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതിന് ആദ്യം നമുക്ക് പോകേണ്ട കിച്ചണിലോട്ടേക്കാണ്. അപ്പം ഞാൻ കിച്ചണിലോട്ട് പോയിട്ട് വരാം. ഇപ്പം നമ്മളിങ്ങനെ ഇപ്പം ഗ്രാനിയെ തട്ടിയിട്ടു. പക്ഷെ നമ്മുടെ അതിന് ഇനി എവിടെയും ഇല്ലാതെ വിചാരിച്ചു പോകണ്ട. അപ്പം ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിങ്ങനെ എന്നിട്ട് ഇങ്ങനെ പോയാണ് നമ്മൾ എൻ്റെ ബ്രദറുണ്ട്. ആ ബ്രദർ ഉണ്ടാക്കുന്ന സൗണ്ട്സാണ്. നിങ്ങളൊന്ന് അതിനൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. ഇന്ന് നമ്മളിലോട്ട് കയറുക. ഇതിനല്ല വന്നത്. ഇത് ഇരിക്കുക. ഇരുന്നിട്ട് ഈ സാധനം കൈ പിടിക്കുക. അമ്മൂമ്മയ്ക്ക് നമ്മളെ കുറച്ച് ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്കില്ല. ബെഡ് ഗ്ലിച്ച് ഒന്നുകൂടെ പോയി. ഇപ്പം ഒന്നുകൂടെ ചെയ്യട്ടെ. ഒന്നുകൂടെ ഞാൻ കാണിച്ചത്. ആ സംഭവം എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്കത് മാർക്ക് പോകാട്ടെ. ഞാൻ ബി ജി എന്ന് പറയാം. ആ ബി ജി ചെയ്യാൻ നേരത്തത് അതാണ് വേണ്ടി ഇരുന്ന് പോയാൽ പിന്നെ നമുക്ക് അത് പറ്റില്ല. കയറട്ടെ. അപ്പം ഇങ്ങനെ എന്നാൽ ഗ്രാനിക്ക് നമ്മളെ പിടിക്കാൻ പറ്റില്ല. ഗ്രാനി ഇവിടെ വന്നാൽ നമ്മൾ ഇങ്ങോട്ടിരിക്കണം. ഗ്രാനി അവിടെ വന്നാൽ ഇങ്ങോട്ടിരിക്കണം. സാധാരണ അടി നിൽക്കുന്ന പോലെ മുകളിൽ നിൽക്കാനാണ് പറഞ്ഞത്. ഇത് ആ ഡൈനിങ് ടേബിളിലും ചെയ്യാവുന്നതാണ്. കറക്റ്റ് ഇതുപോലെ ബെഡ്റൂം എല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഇരിക്കില്ല. കാരണം വെച്ചാൽ ഇപ്പം എഴുന്നേക്കാൻ സ്വിച്ച് ഉണ്ടല്ലോ. ഞാൻ ഇപ്പം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എഴുന്നേക്കാൻ സ്വിച്ച് ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ ഇറങ്ങിയാലേ എനിക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ച് ഗ്ലിച്ച്. ഇനിയും കുറേ ഗ്ലിച്ചുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇനി ഇടും. അപ്പോൾ നമ്മൾ ഷോർട്സ് എല്ലാം ഇങ്ങനെ ഇടിഞ്ഞ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഗ്രാനി 1ൻ്റെ വേറൊരു എസ്കേപ്പ് ഉണ്ടാവും കേട്ടോ. ഏതെങ്കിലും എസ്കേപ്പ് ചെയ്യും. എന്നാൽ ശരി.